प्रभु आप सबको अनुग्रहित करें। ലൂക്കോസിന്റെ സുവിശേഷം लूका के सुसमाचार 21-ാമത്തെ അധ്യായം 21वां अध्याय അതിന്റെ 36-ാമത്തെ വാക്യം उसका 36वां कलम हम पढ़ेंगे। സ്തോത്രം. യേശുക്രിസ്തു വെളിപ്പാടുപരമായ ഒരു പ്രഭാഷണം നടത്തുകയാണ്. यीशु मसीह प्रकाश से भरे हुए एक प्रचार को यहाँ कर रहे हैं। 21-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യം അതാണ് നമ്മൾ കാണുന്നത്. 21वें अध्याय के 5वें कलम से हम इसी बातों को देख पाते हैं। അതിന്റെ സമാപനം എന്നോണം യേശു പറയുകയാണ്, और उसके समाप्ति की ओर आते हुए यीशु इस समान कहता है, ആകയാൽ ഈ സംഭവിക്കുവാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും और इसलिए इन सब आने वाली घटनाओं से बचने के लिए മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാനും और मनुष्य के पुत्र के सामने खड़े होने के योग्य बनने के लिए സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടും ഇരിക്കുവിൻ. हर समय जागते रहो और प्रार्थना करते रहो। അത് ഈ സർവഭൂമിയിലും വസിക്കുന്ന ഏവർക്കും വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. और लिखा गया क्योंकि ये सारी पृथ्वी में सब जो रहते हैं उनके ऊपर आने वाला है। സംഭവിക്കുവാനുള്ള സകലതും ഈ ഭൂമിയിൽ വസിക്കുന്ന സകല മനുഷ്യർക്കും വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. घटने वाली सारी बातें इस पृथ्वी में रहने वाले सभी के ऊपर आएगा लिखा है। ആരെയും അതിനകത്ത് നിന്ന് किसी ഒഴിവാക്കിയിട്ടില്ല. को भी इसमें से हटाया नहीं गया है। പക്ഷെ അതിനകത്ത് നിന്ന് ഒരു ഒഴിഞ്ഞുപോക്കുണ്ടെന്നും പറയുന്നു. लेकिन इसमें से एक हट जाने या टल जाने वाली बात भी लिखा गया है। ആർക്കാണ് ആ ഒഴിഞ്ഞുപോക്കുള്ളത്? किन लोगों को ये बात टल जाएगी? മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുന്നവർക്കാണ് ആ जो ഒഴിഞ്ഞുപോക്കുള്ളത്. मनुष्य के पुत्र के सामने खड़ा रह पाए उनसे ये बातें टल जाएंगी। മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാൻ നമ്മൾ പ്രാപ്തരായി തീരണം. मनुष्य के पुत्र के सामने खड़े रहने के हम योग्य बन पाए। സാധാരണ അങ്ങോട്ട് ചെന്ന് നിൽക്കാൻ പറ്റില്ല. साधारण रूप से जाकर हम उनके आगे खड़े नहीं रह सकते। അതിനുള്ള പ്രാപ്തി നേടിയിട്ടാണ് അവന്റെ മുൻപിൽ പോയി उसके लिए നിൽക്കുന്നത്. हमें काबिल बनना होगा और उसके बाद ही उसके सामने खड़े रह पाएंगे। പ്രാപ്തരാകേണ്ടതിന് ചെയ്യേണ്ട കാര്യം അവിടെ പറയുന്നു. प्राप्त बनने के लिए जो कार्य करना है वो भी लिखा गया है। സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുക. हर समय हम प्रार्थना करते रहे और जागते भी रहे। ഈ പറയപ്പെട്ട വിഷയം സംബന്ധിച്ച് നമ്മൾ ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ये जो कहे गए बातों के सामने हमें जागरूक रहना है और प्रार्थना भी करते रहना है। സംഭവിക്കുവാനുള്ളത് ഒഴിഞ്ഞു പോകുവാൻ നമ്മൾ സദാ ഉണർന്ന് പ്രാർത്ഥിച്ചോണം. जो घटने वाली बातें हैं उन्हें टल जाने के लिए सदा हमें जागते रहना है और प्रार्थना करते रहना है। അടുത്തത് മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാൻ നാം യോഗ്യരാകേണ്ടതിനും साथ ही പ്രാർത്ഥിച്ചോണം. साथ मनुष्य के पुत्र के सामने हम खड़े रह पाए ऐसे योग्य बनने के लिए हम प्रार्थना करते रहे। സംഭവിക്കുവാനുള്ളതാണ് 5-ാമത്തെ വാക്യം മുതൽ യേശു പറയുന്നത്. जो बातें घटनी है वो 5वें कलम से यीशु कहता है। അതിനെ 3ആയിട്ട് ഞാൻ തരംതിരിച്ച് വേഗത്തിൽ നിങ്ങളോട് പറയാം. उनको 3 अलग अलग भागों में मैं विचार में आपके सामने रखूंगा। പ്രകൃതിയിലും ലോകത്തിലും ഉണ്ടാകുന്ന അടയാളങ്ങൾ, प्रकृति और संसार में होने वाली चिन्ह, വിശ്വാസിക്ക് നേരെയുള്ള പീഡനങ്ങൾ, विश्वासियों के ऊपर जो सताव आना है, യെരുശലേമിന്റെ നാശവും ഈ പ്രപഞ്ചത്തിന്റെ മാറ്റവും, यरूशलेम की विनाश और ये प्रकृति को जो बदलाव आने वाली बातें, ലോകത്തിന്റെ അവസാനം,
संसार का अंत, യെരുശലേമിന്റെ നാശം, यरूशलेम का विनाश, അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന കഷ്ടതകൾ, उसके साथ जुड़ा हुआ जो पीड़ना कष्टा है, അതിനോട് ബന്ധപ്പെട്ട് വരുന്ന അടയാളങ്ങളുമാണ് യേശു പ്രവചനമായിട്ട് അവിടെ പറയുന്നത്. उसके साथ साथ जो चिन्ह आने वाले वो सारी बातों को लेकर यीशु प्रचार करते हैं. 21-ന്റെ 9-10 വാക്യം നമുക്കൊന്ന് വായിച്ചു 21 का നോക്കാം. 9 और 10 हम पढ़कर देखें. നിക്കട്ടെ ആ ഒരു വാക്യം. അവിടെ എന്താണ് പറഞ്ഞേ? क्या लिखा गया है वहां? യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്. യുദ്ധം ഉണ്ടാകുമ്പോൾ കലഹം ഉറപ്പാ. लड़ाई और बलवा की चर्चाओं को सुनकर तुम घबरा मत जाना, क्योंकि जब युद्ध या लड़ाई होता है तो वहां बलवा भी होता है. ഇപ്പോഴത്തെ യുദ്ധത്തിൽ ഏതെല്ലാം രാജ്യത്ത് കലഹങ്ങൾ ഉണ്ടായി എന്ന് നിങ്ങൾ ആലോചിച്ചു अब നോക്കണം. जो युद्ध चल रहा है उसकी वजह से किन किन राज्यों में बलवाएं हो रहे हैं वो भी आप जरा देख लें. ഇസ്രയേൽ, ഇറാൻ, അമേരിക്ക യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. മുമ്പ് കഴിഞ്ഞു, ഇപ്പൊ പിന്നെ നടക്കുന്നു. इसराइल, अमेरिका और ईरान के बीच में युद्ध चला था, पहले हुआ, अब फिर से शुरू हो गया. അനുകൂലമായും പ്രതികൂലമായും വിവിധ രാജ്യങ്ങളിൽ കലഹങ്ങൾ ഉണ്ടായി. और इसके विपरीत अनुकूल और विपरीत अलग अलग राज्यों में बलवा भी हो रहा है. എത്ര പേരെ പിടിച്ച് ജയിലിലിട്ടു പല സ്ഥലങ്ങളിൽ. कितनों को पकड़कर बंदीगृह में डाल दिया गया है. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് യേശു പറഞ്ഞ കാര്യം വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. कितने ही सालों पहले जो यीशु ने कही बातें जो है उसमें जरा भी भूल चूक के बिना अब ये बातें घटने हो रहे हैं. അത് നടന്നു കാണുമ്പോൾ നമ്മൾ ഉണർവുള്ളവരായിരിക്കണം. और जब ये घटनाएं घटती हैं तो हम जागते रहना है. ആ പറയപ്പെടുന്നതിൽ നിന്ന് ഒഴിവുള്ളവരായി പോകാൻ നമ്മൾ പ്രാർത്ഥിച്ചു. और इन बातों में से हम में ये ना आए, इसके लिए हमें जागरूक रहना है. ജനം വളരെ ഭീതിയിലാണ് ഇന്ന് लोग ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. तो बड़े भय के साथ जीवित जीते हैं. ആനുകാലിക സംഭവമാണ് റഷ്യ ഉക്രൈൻ യുദ്ധം. और इसी के साथ अनुकूल रखने वाली युद्ध ही तो है रशिया और यूक्रेन का युद्ध. ഇന്ന് വരെയും അതിനൊരു സമാപനം ഉണ്ടായിട്ടില്ല. आज तक उसमें भी कोई शांति नहीं हुई है. നമ്മൾ അറിയാത്തതായ അനേകം ചെറിയ യുദ്ധങ്ങൾ അവിടെയും ഇവിടെയും എല്ലാം हमारे നടന്നുകൊണ്ടിരിക്കുന്നു. अनजाने में ही कितने सारे छोटे मोटे युद्ध होते जा रहे हैं. ഇതെല്ലാം മനുഷ്യന്റെ സമാധാനത്തെയാണ് ബാധിക്കുന്നത്. ये सारी बातें मनुष्य की शांति पे ही हावी होती है. മനുഷ്യന്റെ സ്വസ്ഥമായ ജീവിതത്തെയാണ് അത് ബാധിക്കുന്നത്. मनुष्य के चैन भरा जीवन में ही ये बाधा आती है. മനുഷ്യന്റെ ഉപജീവന മാർഗത്തെ അത് ബാധിക്കുന്നു. मनुष्य को जीने के लिए जो उत्पन्न करने वाली बातों को ही हर ഇപ്പോഴുണ്ടായ യുദ്ധം കൊണ്ട് നമ്മൾ എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടു. अब जो युद्ध हो रहा है उसकी वजह से हमें कितने सारे परेशानियां हो रही हैं. ഉക്രൈനിൽ പഠിക്കാൻ പോയതെല്ലാം തിരിച്ച് ഇന്ത്യ വന്നില്ലേ? यूक्रेन में जो पढ़ाई करने गए सब भारत आ चुके हैं ना. അവരതിനായി മുടക്കിയ പൈസകളെല്ലാം നഷ്ടപ്പെട്ടു जो പോയില്ലേ? पैसा उसके लिए खर्च किया वो सब नष्ट भी हो गया. പിന്നെ എത്ര പേര് തിരിച്ചു പോയിട്ടുണ്ടോ ആവോ എനിക്കറിയില്ല. अब कितने लोग वापस गए वो भी नहीं जानता मैं. അപ്പോൾ മനുഷ്യന്റെ നിക്ഷേപങ്ങൾ മുഴുവനും പല വിധത്തിൽ നഷ്ടപ്പെട്ടു പോകും. और मनुष्य ने जो बटोर कर रखा वो अलग अलग जगहों में नष्ट होते जा रहे हैं. അതുകൊണ്ട് അവരുടെ സമാധാനവും പോയി പോകുന്നു. और उनकी शांति भी चली जाती है. നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കും. और तुम युद्ध और बलवा की बातों को सुनोगे. അപ്പോൾ ഞെട്ടിപ്പോകരുതെന്നാ तब तुम പറയുന്നത്. घबरा ना जाना. അത് ആദ്യം സംഭവിക്കേണ്ടത് क्योंकि തന്നെ. इनका तो पहला होना अवश्य है. അപ്പൊ ഇത് ആദ്യം എന്ത് ചെയ്തിരിക്കുകയാണ്? സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ये पहले घटना होना है. അവസാനം ഉടനെ അല്ല താനും എന്ന് പറഞ്ഞു. परंतु उस समय तुरंत अंत ना होगा. അങ്ങനെയാണെങ്കിൽ ഈ നടക്കുന്ന ഓരോ യുദ്ധങ്ങളും എത്ര കാലം നീണ്ടുപോകും? और ऐसा है तो ये जो युद्ध हो रहे कितना और समय खींचेगा? അതിനൊരു സമയം അവിടെ പറഞ്ഞിട്ടില്ല. उसका कोई समय का अंत नहीं लिखा है. പക്ഷെ അവസാനം ഉടനെ അല്ല എന്ന് അവിടെ लेकिन പറഞ്ഞിട്ടുണ്ട്. लिखा तो ये है कि तुरंत अंत भी ना होगा. 10ാമത്തെ വാക്യത്തില് 10वें कलम में പിന്നെ അവനവരോട് പറഞ്ഞത് तब- ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. तब उसने उनसे कहा जाति पर जाति और राज्य पर राज्य चढ़ाई करेगा. സ്തോത്രം. എന്നാ സംഭവിക്കും? क्या होगा? ജാതി ജാതിയോട് എതിർക്കും. जाति जाति के खिलाफ हो രാജ്യം जाएगा. രാജ്യത്തോട്
राज्य राज्य के खिलाफ भी हो जाएगा അതിങ്ങനെ और നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ये बातें ऐसी होती ही जा रही हैं। ഒരു ജാതി മറ്റൊരു ജാതിയെ കൊന്നു തീർക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. एक जाति तो दूसरे जाति को खत्म कर देने की कोशिश करता है। രാജ്യത്തിന്റെ അകത്ത് മറ്റൊരു രാജ്യം ഉണ്ടാക്കുവാനായിട്ട് एक ही പരിശ്രമിക്കുകയാണ്. राज्य के अंदर दूसरा एक राज्य बनाने की तैयारी किया जा ഓരോ रहा है। രാജ്യത്തെയും ഭരിക്കുന്ന ഭരണ സംവിധാനത്തെ പുറന്തള്ളാനായിട്ട് एक പരിശ്രമിക്കുകയാണ്. एक ബദൽ राज्य के ഗ്രൂപ്പ്. ऊपर जो शासन करने वाले संविधान है उनको धकेला जा रहा है അപ്പോൾ ഭരിക്കുന്നവർ അവരുടെ സംവിധാനം ഉപയോഗിച്ച് ബദൽ ഗ്രൂപ്പിനെ കൊന്നു തീർക്കാനും और जो പരിശ്രമിക്കുകയാണ്. शासन करता है स्वयं का संविधान को लाने के लिए बलवा करने वालों को खत्म भी कर रहे हैं। നമുക്ക് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്യം ഒന്ന് വായിക്കാം. प्रकाशित 6 का 3 और 4 भी पढ़ ले। ആ. സ്തോത്രം. മനുഷ്യരുടെ ഇടയിൽ ഒരു തുറന്ന യുദ്ധത്തിന്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. मनुष्य के बीच में खुला युद्ध की चित्र को यहाँ दिखता है। ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. लाल रंग का एक घोड़ा वहां से निकल आया। പുറത്തിരിക്കുന്നവന് ഒരു കാര്യം കിട്ടി. उसके ऊपर सवार करने वाले को एक अधिकार मिला, അന്യോന്യം കൊല്ലുവാൻ, एक दूसरे को वो मार दें, ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിനും അധികാരം ലഭിച്ചു. पृथ्वी में से मेल उठा ले जाने के लिए अधिकार भी दिया गया। ചുമ്മാതെ കൊല്ലാൻ പറ്റില്ലല്ലോ. व्यर्थ में यूं ही तो मार नहीं सकते, അതുകൊണ്ട് ഒരു വാളും इसलिए उसके हाथ में एक बड़ी तलवार भी दी गई। ഈ വാക്യവും നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ആനുകാലിക സംഭവങ്ങളോട് ചേർത്ത് നോക്കി. ये कलम को हम जो जी रहे ऐसे एक परिस्थिति के साथ जोड़कर देख ले। ഒരു ഉറുമ്പിനെ ചവിട്ടുന്നതിലും ലാഘവത്തോടെ മനുഷ്യൻ ഇന്ന് മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. एक चींटी को रौंद दे उससे सरलता से एक मनुष्य दूसरे मनुष्य को खत्म कर रहा है। നമ്മുടെ രാജ്യത്ത് മണിപ്പൂർ എത്ര എണ്ണത്തിനെ കൊന്നൊടുക്കി? हमारे राज्य में ही मणिपुर में कितनों को मार डाला गया। 2008-2009 ഞങ്ങൾ ഒറീസയിലായിരുന്നു. 2008-2009 में हम उड़ीसा में थे। അവിടെ കന്തമാലിൽ വലിയൊരു വിരോധ വിപ്ലവം ഉണ്ടായി. वहां पे भी एक बड़ा विरोध उठा। ദൈവമക്കളായി എത്ര എണ്ണത്തിനെ കണ്ടിച്ച് കഷണമാക്കി ചാക്കിൽ പൊതിഞ്ഞ് ആറ്റിലും കാട്ടിലും ഒഴുക്കി എന്നതിന് കണക്കില്ല. परमेश्वर के विश्वास गणों को कितनों को तो काट कर मार कर बोरियों में बांध कर झील में फेंक दिया, उसकी गिनती नहीं। ഞങ്ങൾ ഇതിനൊക്കെ സാക്ഷികളാണ്. हम इन सब बातों की गवाही ठहराते ഒരു हैं। കാര്യവും പുറം ലോകം അറിഞ്ഞിട്ടില്ലെന്നുള്ളതാ. कोई भी बाहर के लोगों को ये पता ही नहीं चला। എന്തോ ഒരു ചെറിയ സംഭവം എന്ന് മാത്രം പുറത്താർക്കൊക്കെ छोटा सा സൂചനയുണ്ടായിട്ടുണ്ട്. कुछ घटना हुआ ऐसे ही बाहर वालों को पता चला। ഇങ്ങനെയുള്ള കാര്യം നടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ऐसी बातें होती है तो एक बात को क्या ध्यान दिया है? മീഡിയകളെ മുഴുവനും വിലയ്ക്ക് മേടിക്കും. मीडिया को तो पूरा कीमत देकर खरीद लेते हैं लोग। അവരുടെ വായിൽ കൂടെ ഒരു വാർത്തയും വരാറില്ല. उनसे तो एक भी समाचार नहीं सुना जाता। എത്ര ആയിരങ്ങളെ കൊന്നുതള്ളി എന്നറിയോ? कितने हजारों को मार धकेला गया। മനുഷ്യന് അന്യോന്യം കൊല്ലുവാൻ ഭൂമിയിൽ അധികാരം ലഭിച്ചിരിക്കുന്നു. मनुष्य एक दूसरे को मार डाले इसके लिए पृथ्वी में अधिकार दिया गया। അതിന്ന് वो നടന്നുകൊണ്ടേയിരിക്കുകയാണ്. अब होता जा रहा ഇല്ല, है। ഇവിടെ കുറച്ചു വർഷം മുമ്പ് എന്ത് നടന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. अरे यहीं पे कितने साल पहले क्या हुआ था हम सब जानते हैं। അപ്പൊ ഇതൊന്നും അവസാനമല്ലെന്ന് പറയുമ്പോ ഇനി എന്തോരം ഇവിടെ നടക്കുന്നു. ये सब अंत नहीं है, कहा तो और कितनी बातें यहाँ होंगी। അപ്പോൾ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർ ഈ വിധ കെണികളിൽ അകപ്പെടാതെ ഇരിക്കേണ്ടതിന് ഉണർന്ന് ജാഗരിച്ച് പ്രാർത്ഥിച്ചോണം. और इसलिए परमेश्वर पे जो आशा रखते हैं वो इन जालों में फंस ना जाए, इसलिए वो जागते रहते हुए प्रार्थना
प्रार्थना करने कहा गया है। എന്റെ ഹൃദയത്തിലെ വിചാരവും വിശ്വാസവും मेरे हृदय का विचार और विश्वास है ദൈവമക്കൾ ആത്മാവുള്ളവരായി പ്രാർത്ഥിച്ചാൽ परमेश्वर के बच्चे आत्मा में भरते हुए प्रार्थना कर ഈ पाए വിധത്തിലുള്ള അനേക പ്രതിസന്ധികൾ വഴിമാറിപ്പോകും. ऐसे जो रुकावटें और परेशानियां आती है राह बदल चली जाएंगी। ദൈവത്തിന്റെ സഭ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം परमेश्वर की कलीसिया इस पृथ्वी में जब तक है ഈ उस समय तक വിധത്തിലുള്ള അന്ധകാര ശക്തികളുടെ മേൽ സ്വാധീനം ചെലുത്തുവാൻ നമുക്ക് കഴിയും. इन सारे अंधकार की शक्तियों के ऊपर अपना नियंत्रण रख पाएंगे हम। പിശാചിന്റെ കൈകളിൽ ഇരകളായി തീർന്ന മനുഷ്യരാണ് ഇത് പ്രയോഗിക്കുന്നത്. शैतान के हाथ में जो मनुष्य आ गए वही ये तंत्र करते हैं। അതുകൊണ്ട് അവരെ നിയന്ത്രിക്കുന്ന ഇരുട്ടിന്റെ ശക്തി മാറുവാൻ പ്രാർത്ഥിച്ചാൽ ഒരു ആശ്വാസം ഈ और വിഷയത്തിൽ इसलिए ഉണ്ടാകും. उनके ऊपर जो अंधकार की शक्ति हावी हट जाने के लिए प्रार्थना करे तो इन विषयों पे छुटकारा है। പൂർണ്ണമായ ഒരു ചുട്കാര ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല. पूर्ण छुटकारा होगा ये मैं नहीं कहता। അത്യാവശ്യം നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി എല്ലായിടത്തും ദൈവം തുറന്നു വെക്കും. जरूरी जो हम बच जाए ऐसे राहों को परमेश्वर हमारे लिए खोल छोड़ेगा। അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ആത്മീക ഉണർവിനും പ്രാർത്ഥനയ്ക്കും അല്പം പോലും കുറവ് സംഭവിക്കുവാൻ പാടില്ല. और इसलिए जिस समय में हम जीते हैं यहाँ जीते वक्त हम में जागते रहने और प्रार्थना करने में जरा भी कमी ना हो। നമുക്ക് മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽക്കണം. हमें मनुष्य के पुत्र के सामने खड़े रहना है। നമ്മുടെ കണക്കുകൾ നമുക്ക് ബോധിപ്പിക്കണം. हमारे लेखे जोखे को हमें उन्हें देना है। അതുമാത്രമല്ല इतना ही नहीं സംഭവിക്കുന്ന ഈ ദുർഘടനകളിൽ നിന്ന് നമുക്ക് വിടുതലും ആവശ്യമാണ്. घटने वाली ये दुर्घटनाओं से भी छुटकारा हमें जरूरी है। നമുക്ക് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ प्रकाशित 9 के 13 से हम पढ़ ले। എത്ര എണ്ണത്തിനെ കൊല്ലാൻ അഴിച്ചുവിടുന്നത്? कितनों को मार डालने के लिए भेजा जा रहा है? അത് നടന്നിട്ടില്ല. मनुष्य में 1/3 अब तो हुआ नहीं है। തമ്മിൽ കൊല്ലാനുള്ള ഈ അധികാരം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ 3-1 കൊല്ലാനുള്ള പുള്ളി ഇതുവരെ വന്നിട്ടില്ല. और एक दूसरे को मारने का अधिकार मिल गया है लेकिन 1/3 को मारने वाला भाई अभी आया नहीं है। അപ്പോൾ മുമ്പിലേക്ക് എത്ര ഭീകരമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നമ്മൾ ആലോചിക്കണം. हमारे आगे और कितने गंभीर घटनाएं होंगे जरा सोच कर देखें। അതുകൊണ്ട് നമ്മൾ ജാഗ്രതയും ഉണർവുമുള്ളവരായി നമ്മളുടെ ക്രിസ്തീയ ജീവിതം इसलिए നയിക്കണം. हमें जागते हुए प्रार्थना के साथ हमारे क्रिस्तीय जीवन को चलाना है। 16-ാമത്തെ വാക്യം വായിച്ചേ. അതിന്റെ 16वां कलम पढ़े। ആ വായിച്ചോ. സ്തോത്രം. മനുഷ്യരില് 3-1 മരിച്ചുപോയി. 18वें कलम में लिखा है कि मनुष्य में 1/3 लोग इस वजह से मर गए। ഇവിടെയെങ്കിലും നമ്മൾ ചെന്ന് പെടരുത് കേട്ടോ. यहाँ कहीं हम न फंस जाएं। അതിനു മുമ്പേ നമ്മൾ ഇവിടുന്ന് പോകാൻ ഉത്സാഹിച്ചോണം. उससे पहले यहाँ से उठा ली जाने के लिए हम तैयार हो जाएं। അല്ല, നമ്മൾ പോകുന്നതിന് മുമ്പാണ് സംഭവിക്കുന്നെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ചു. या हम में जाए उससे पहले होते तो इसमें से बचने के लिए हम प्रार्थना करें। എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, कुछ भी हो जाए കർത്താവിന്റെ കാഹളം മുഴങ്ങുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോയിരിക്കണം. परमेश्वर की तुरही जिस दिन फूका जाएगा हम यहाँ से लिए जाने चाहिए। അതിനു വേണ്ടിയിട്ടാണ് സമയം മിനക്കെട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. उसी के लिए तो समय खर्च कर कर हम यहाँ बैठे हैं। അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. उसी के लिए तो हम प्रार्थना करते അതിനു हैं। വേണ്ടിയാണ് തിരുവചനത്തിന്റെ ധ്യാനം എന്ന് उसी के लिए പറയുന്നത്. तो वचन में मनन करते हैं। നശിച്ചു പോകുന്ന ഈ ലോകത്തിലെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയല്ല ഈ സമയം नाश ചെലവഴിക്കുന്നത്. में इस संसार के किसी बात के लिए हम समय खर्च कर यहाँ नहीं बैठे हैं। ഒരുപക്ഷെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
സംസാരിക്കുമ്പോൾ हो सकता है ये सारी बातें जब कहता हूँ ഇവിടുത്തെ പല കാര്യങ്ങൾക്കും നിങ്ങൾ വിടുതൽ ഉണ്ടായേക്കാം. यहाँ के कई बातों में तुम्हें छुटकारा मिलेगा രോഗികൾക്ക് സൗഖ്യമുണ്ടായേക്കാം. बीमारों को चंगाई मिले ബന്ധനത്തിലിരിക്കുന്നവർ വിടുവിക്കപ്പെട്ടേക്കാം. और सकेती में रखने वाले बच जाएंगे എന്നാൽ എല്ലാറ്റിന്റെയും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യപുത്രന്റെ മുൻപിൽ പോയി നിൽക്കുക लेकिन എന്നുള്ളതാണ്. सारे बातों का अंत का लक्ष्य यही है कि मनुष्य पुत्र के सामने हम खड़े रह पाएं പോയതുപോലെ വരുമെന്ന് പറഞ്ഞവന്റെ അടുക്കലേക്ക് തിരികെ എത്തുക എന്നുള്ളതാണ്. जैसे गया वैसे ही आऊंगा कहने वाले के पिता के पास हमें जाना है ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും കാഹളത്തിന്റെ ശബ്ദം കാതുകളിൽ ധ്വനിച്ച രൂപാന്തരം പ്രാപിക്കുക. जाग रहे हो या सो रहे हो तुरही की फूकने वाली आवाज कानों में गूंज कर हम जा पाए 10,000 20,000 മടങ്ങ് കുതിരപ്പട ഇറങ്ങിയാലും 20 करोड़ अश्व भी उतर आए तो भी എന്തെല്ലാം വിഷവാതകങ്ങൾ പുറത്തേക്ക് തള്ളിവിട്ടാലും कितने ज्यादा महामारियां हमारे ऊपर धकेला जाए 1/3 മനുഷ്യ സമൂഹം ചത്തൊടുങ്ങിയാലും 1/3 मनुष्य मर जाए तो भी അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. वो हमसे कोई लेना देना नहीं എന്തു സംഭവിച്ചാലും कुछ भी हो जाए ഒടുവിൽ നമ്മൾ മനുഷ്യപുത്രന്റെ മുൻപിൽ अंत നിൽക്കണം. में मनुष्य के पुत्र के सामने में खड़े रहना അതിനു है വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. उसी के लिए हम जीते हैं അതിനു വേണ്ടിയാണ് നമ്മൾ സ്തോത്രം उसी के लिए हम धन्यवाद के गीत അതിനു गाते വേണ്ടിയാണ് हैं ആരാധനയ്ക്ക് ഒരുമിച്ച് വരുന്നത്. उसी के लिए आराधना में एक साथ आते हैं അല്ലാതെ മറ്റൊരു കാര്യത്തിനും വേണ്ടിയല്ല എന്ന് और किसी തിരിച്ചറിയണം. बात के लिए हम नहीं आते ये बात जान लें സ്തോത്രം. 19ാമത്തെ വാക്യം 19वां कलम पढ़े ആ മതി മതി മതി. സ്തോത്രം. ആ പുള്ളിക്ക് എവിടെ ശക്തി ഇരിക്കുന്നു? वो भाई को कहाँ शक्ति है വായിലും വാലയിലും. उसके पूंछ में और मुंह में उसकी शक्ति है പോകുന്ന വഴി വാലും കൊണ്ടൊന്ന് കുത്തിയേച്ചു പോകും. जाएगा तो अपने पूंछ से एक डस मारेगा ചിലപ്പം മരിച്ചെന്ന് വരാം, മരിച്ചില്ലെന്ന് വരാം. शायद मर जाओगे या जियोगे വളരെ കഷ്ടതയായിരിക്കും, बहुत ज्यादा कष्टता है വളരെ പ്രയാസമായിരിക്കും. बहुत ज्यादा तकलीफ അവിടെ है എന്നാ ദുർഭൂതങ്ങളുടെ കാര്യം और പറയുന്നുണ്ട്. वहां पे दुष्ट आत्माओं की बात कहते അപ്പൊ हैं ആ സമയത്ത് ആ സാധനങ്ങൾ ഇഷ്ടം പോലെ ഇറങ്ങി उन സഞ്ചരിക്കുകയായിരിക്കും. दिनों में बहुत सारे निकलेंगे उन ഇപ്പൊ दिन തന്നെ അത് പറയുമ്പോ ആൾക്കാർക്ക് പേടിയാ. अभी कह दो तो लोग डर ഒന്നിനെ നമ്മൾ जाते हैं കാണുന്നില്ല, हम देखते तो ഒന്നും नहीं നമ്മുടെ അടുത്തോട്ട് कोई വരുന്നില്ല, हमारे समीप भी नहीं आता എന്നിട്ടും ആൾക്കാർ ഭയപ്പെടുകയാണ്. फिर भी हम भयभीत होते हैं അപ്പോൾ ഈ പുള്ളി വാലും കൊണ്ട് കുത്താനൂടെ तो ये വരികയാണെങ്കിലോ भाई अपने पूंछ से डंक मारने आएगा तो क्या करेंगे അവിടെ എങ്ങും ചെന്ന് നമ്മൾ പെടരുത് वहाँ കേട്ടോ. कहीं हम जाकर फंस ना അവിടെ जाएं എങ്ങും നമ്മൾ അകപ്പെട്ടു പോകരുത്. वहाँ कहीं हम फंस ना जाएं 12ാം അധ്യായം 12वां कलम 12ാമത്തെ അധ്യായം 12वां अध्याय 7 തൊട്ട് 9 വരെയുള്ള വാക്യം 7 നമുക്കൊന്ന് से 9 വായിച്ചു भी നോക്കാം. पढ़े ആ ആ ആ ആ ഉം. ആ ആ ആ ആ ജയിച്ചു. അടുത്ത 12ാം വാക്യം കൂടെ 12 भी സ്തോത്രം. അല്പകാലേ ഉള്ളെന്ന് ആർക്കറിയാം? പിശാചിനറിയാം. शैतान जानता है कि उसके पास थोड़ा ही समय है നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്നാണ് അവിടെ और എഴുതിയിരിക്കുന്നത്. इसलिए वो तुम्हारे समीप आ चुका है ऐसा लिख रखा है അപ്പൊ അങ്ങനെ ഒരു സമയം നമ്മുടെ മുൻപിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ऐसा एक समय हमारे आगे है ये बात को हम परख कर जान लें ആര് നമ്മുടെ അടുക്കൽ ഇറങ്ങി വരും? कौन हमारे समीप आ रहा है പിശാച് നമ്മുടെ അടുക്കൽ ഇറങ്ങി വരും. शैतान हमारे समीप आ रहा है ആരാണ്? പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. कौन है? वही पुराना अजगर है जिन्हें हम शैतान कहते हैं.
ആദത്തിനെയും ഹവ്വയെയും ബഹക്കായിച്ച പുള്ളിക്കാരനെ ഇങ്ങോട്ട് തള്ളിയിടുവെന്ന്. आदम और हव्वा को जिसने बहका दिया उसी को यहाँ धकेला जाएगा. ആ പുള്ളി വീഴുമ്പോ അങ്ങേരുടെ കൂടെ ജീവിക്കാനായിട്ട് നമ്മളാരും ഇവിടെ ഉണ്ടാകരുത് वो കേട്ടോ. भाई यहाँ धकेला जाए तो उसके साथ जीने के लिए हम में से कोई यहाँ ना रुक जाए. അതിനു മുമ്പേ നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് പോകണം. उससे पहले हम सबको यहाँ से चले जाना है. ക്രിസ്തുവിനോടുകൂടെ നമുക്കായി തീരണം. मसीह के साथ हम सब बन लिए जाएं. യുദ്ധവും യുദ്ധശ്രുതികളും ഇങ്ങനെ പോകുന്നു തിരുവചനത്തിന്റെ അകത്ത്. और युद्ध की बातें इस समान वचन में लिख रखा गया है. അതിന്റെ മുന്നോടികളായിട്ട് പല കാര്യങ്ങളും और उसके സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. पहले की बातों में कई सारी घटनाएं होती हैं. മനുഷ്യർ തമ്മിൽ ഇന്ന് ഒരു കണക്കുമില്ലാതെ मनुष्य കൊന്നുകൊണ്ടിരിക്കുകയാണ്. एक दूसरे के साथ कोई हिसाब बिना मार रहे हैं. ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ അവനെ കൊന്നിട്ട് वहां പോകുക. जाते मुझे पसंद नहीं उसको मार डालो. 25 വയസ്സായിക്ക് വേണ്ടി കൊന്ന സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നില്ലേ? 18 के लिए लोगों को मार देने वाली बातों को नहीं सुना. 5 പൈസയ്ക്ക് വേണ്ടി കൊന്ന 5 സംഭവങ്ങൾ. पैसे के लिए मार दिया गया था. മനുഷ്യർക്ക് വിലയില്ലാത്ത ഒരു കാലത്തിലായി ഇന്ന് मनुष्य ജീവിക്കുന്നത്. के पास कोई कीमत ना हो ऐसे जगह में हम जीते हैं. മൃഗങ്ങളെയെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാലം. जानवरों को सुरक्षा देने वाला एक समय. അവരെല്ലാം നമ്മുടെ അതിഥികളാണെന്നാണ് രാജ്യം ഭരിക്കുന്നവർ राज्य പറയുന്നത്. लोग कहते हैं कि ये सारे हमारे मेहमान हैं. ഈ അതിഥിയെല്ലാം കൂടെ ഇറങ്ങിയാൽ നമ്മൾ എങ്ങോട്ട് പോകും? ये मेहमान सब निकल आएंगे तो हम कहाँ जाएंगे? ഈ അതിഥികളെല്ലാം ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട്, ये मेहमान जानवर बहुत निकलते भी हैं, ഇഷ്ടം പോലെ കൊല്ലുന്നുണ്ട്, बहुत मारते भी हैं. തൊടാൻ പറ്റില്ല. उनको छू भी नहीं सकते. തൊട്ടാ പിടിച്ചകത്തിടും. छू लिया तो हमें पकड़ कर डाल ഇറങ്ങി देंगे. വരണമെങ്കിൽ ഇച്ചിരി പാടുക. फिर बाहर निकलना है तो थोड़ा सकेत तकलीफ भी है. ലോകം എങ്ങോട്ട് പോകുന്നു? संसार कहाँ की ओर जा रहा है? ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ തല ഉയർത്തി നോക്കി വീണ്ടെടുപ്പ് അടുത്തെന്ന് ये മനസ്സിലാക്കണം. सारी बातों को देखोगे तो सर उठाकर हम समझ लो कि उद्धार का समय निकट പ്രത്യാശ है. ഉണർത്തപ്പെടണം. हमारे आशा को हम जागृत നമ്മുടെ करें. വിശ്വാസം വർദ്ധിച്ചു വരണം. हमारे विश्वास को बढ़ाना है. നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ മുന്നേറണം. अनंतता की दृष्टि में हमें दृष्टिकोण में हमें बढ़ते जाना है. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന ഭൂകമ്പങ്ങളാണ്. और दूसरी जो घटना होनी है वो धरतीकंप है, भूकंप है. ഇങ്ങനെ നിരന്തരം वो നടന്നുകൊണ്ടേയിരിക്കുകയാണ്. निरंतर होता जा रहा है. വലിയ മഹാഭൂകമ്പങ്ങൾ बड़ा ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. भूकंप होने वाला है. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷാമം ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ കൂടെ തന്നെ भूकंप होता है तो साथ साथ अकाल भी आ जाता है. മഹാവ്യാധികൾ ഉണ്ടാവുകയാണ്. महामारियां भी होती हैं. ഭൂകമ്പത്തിൽ കൂടെ കടന്നുപോയവരാണല്ലോ നിങ്ങൾ എല്ലാവരും ഇവിടെ भूकंप से ही तो ഇരിക്കുന്നവർ. हम सब गुजर कर निकले हैं. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. क्या क्या होता है हम सब जानते हैं. സമാധാനത്തോടെ രാത്രിയിൽ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടോ? शांति से क्या रात को सो पाए हैं? ഞങ്ങൾ ചെറിയ ഭൂകമ്പം കണ്ടിട്ടുള്ളൂ. हमने तो छोटा ही भूकंप देखा है. വലുത് കണ്ടത് നിങ്ങളാണ്. बड़ा तो हमने देखा है. എല്ലാവരും ഉണ്ടായിരുന്ന വീടുകൾ വിട്ട് ഓപ്പൺ ഗ്രൗണ്ടിൽ പോയി കിടന്ന് ഉറങ്ങിയോന്നറിയില്ല. കൊതുകടിച്ച് കാണും. जो घर थे वो सब छोड़ के खुले मैदान में सोए हैं कि नहीं जानता नहीं. അല്ല, ഇവിടെ ഉറങ്ങുമ്പോൾ വീട്ടിലേത് വല്ലതും കള്ളം കൊണ്ടുപോകുമോ എന്നുള്ള ചിന്ത അത് വേറെ. यहाँ सोते हुए घर में से कोई चोरी कर लेगा क्या, वो सोच भी है. അതും ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. वो भी इसके साथ होता था. അതുകൊണ്ട് ഒരു തരത്തിലും മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും इसलिए ഉണ്ടാകുന്നില്ല. किसी भी रीत से मनुष्य को चैन नहीं मिलता है. എത്രയെത്ര ഭൂകമ്പങ്ങൾ ഉണ്ടായി. कितने सारे भूकंप हो गए. ഭൂകമ്പത്തിന്റെ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് നാശവും നഷ്ടവും രോഗവും എല്ലാം കൂടിക്കൊണ്ടിരിക്കുക. भूकंप का फ्रीक्वेंसी जैसे जैसे बढ़ता जाता है वैसे ही नाश, बीमारी और बढ़ती जाती है. ആരോ ഒരാൾ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, किसी ने तो पिछले दिन में मुझसे कहा ഭൂകമ്പം ഉണ്ടായിട്ട് ആൾക്കാരെ രക്ഷിച്ചോണ്ടിരിക്കുക. भूकंप हुआ था, लोगों को बचाया जा रहा था. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പം വലിയൊരു സ്ലാബ് ഇങ്ങനെ ഇരിക്കും. और ऐसे खोजते गए तो एक बड़ा स्लैब देखा. അപ്പൊ അതിന്റെ അടിയിൽ ആളുണ്ടെന്ന് മനസ്സിലായി. उसके नीचे लोग दबे हुए समझ गए. പ്രാക്ടീസ് കിട്ടിയ പട്ടിയും കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. और जो अनुभवी कुत्ते को भी लेके आया गया. അത് മണത്ത് നോക്കിയ സംഭവം ശരിയാണെന്ന് उसने പറഞ്ഞു. सूंघा और कहा सही है. അപ്പോൾ അവിടെ രക്ഷിക്കാൻ വന്നവർക്ക് അത്ര ബുദ്ധി പോരായിരുന്നു. और वहां बचाने वाले लोगों को इतना समझ नहीं था. അവര് ക്രെയിൻ കൊണ്ടുവന്ന വലിയ സ്ലാബ് പൊക്കി. वो क्रेन लाकर वो बड़े स्लैब को उठाया. അപ്പൊ അതിന്റെ അടിയിൽ ഇരുന്നവരെല്ലാരും കൂടെ തല മേളിലോട്ട് പോകും. और उनके नीचे बैठे हुए लोगों ने सब अपना सर उठाया. അപ്പൊ അതിന്റെ ചെയിനെന്ന് ഒടിഞ്ഞ് അതേപോലെ അവരുടെ തലയിലോട്ട് വീണു. और वो चेन से स्लैब टूटकर उन्हीं के सर पे गिरा. അവരെല്ലാവരും അവിടെ മരിച്ചു. सब वहां मर गए. അത് നമ്മുടെ രാജ്യത്ത് നടന്ന കാര്യമാണ്. हमारे राज्य में ही हुआ था. വലിയ ഭൂകമ്പങ്ങൾ, बड़े भूकंप. സ്തോത്രം. കച്ചിലും പിന്നെ എവിടെയൊക്കെയാ ഉണ്ടായത്? अंजार. അഞ്ചാറ്.
ഇവിടെയൊക്കെ ഭൂകമ്പം ഉണ്ടായി. ഇതേണ്ട ഗാന്ധിധാംകാരൊക്കെ ഇരിപ്പുണ്ട്. അവിടുത്തെ സ്ഥിതി എന്നായിരുന്നു? ये कच्छ में अंजार में जो भूकंप हुआ था, गांधीधाम वाले कह पाएंगे वहां की स्थिति कैसा था? ഒന്നുമില്ലേലും തമ്പുരാനെ ഈ ജീവൻ ഒന്ന് കിട്ടിയാ മതിയെന്ന്. कुछ नहीं, परमेश्वर मेरे जान को बचा ले. ഞങ്ങൾ ഹരിയാനയിലായിരുന്നപ്പോൾ ഒരു ചെറിയ ഒരു കുലുക്കം ഉണ്ടായി. हरियाणा में जब थे छोटा सा एक भूकंप हुआ, പിന്നെ ആദ്യം മിനി ഇറങ്ങി ഓടി. और पहले तो आंटी निकल के भागी. അവിടെ ആരുണ്ടെന്നൊന്നും നോക്കിയില്ല. वहाँ कौन क्या है कुछ नहीं देखा. ജോഷ് ഏറ്റവും ചെറുതായിരുന്നു. जोश सबसे छोटा था, ജോഷിനെ പോലും നോക്കിയില്ല. जोश को भी नहीं देखा होगा. ജെയ്മിയാണ് ജോഷിനെ എടുത്തോണ്ട് ഓടിപ്പോയത്. जेमी ने जोश को लेकर भागी. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഭൂകമ്പം വന്നാൽ അവനവന്റെ ജീവൻ എങ്ങനെ इतना ही है, രക്ഷിക്കാമെന്നാണ് भूकंप आएगा तो अपने अपने जीवन को बचाने के लिए निकल आएंगे. അപ്പൊ ഒരു നിക്ഷേപം ഒന്നും ആർക്കും വേണ്ട. किसी को कोई संपत्ति धन चाहिए ही नहीं. പിന്നെ എന്തിനാ ഈ നിക്ഷേപമൊക്കെ ഉണ്ടാക്കുന്നത്? फिर क्यों हम ये सब बटोरते हैं? നമ്മുടെ ഹൃദയത്തിലെ പ്രത്യാശ മങ്ങിപ്പോകരുത്. हमारे हृदय की आशा धुंधला ना जाए. ഈ ഓടുകയും ചാടിയും ഒക്കെ ചെയ്യുമ്പോ ഭൂകമ്പം വന്നിട്ട് ഓടുമ്പോഴൊക്കെ ഓർത്തണം കർത്താവ് വരുന്നു 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 എന്ന് ये ഓർക്കണം. भूकंप में हम दौड़ते कूदते तो समझ लेना और कहते रहना परमेश्वर आ रहा है, आ रहा അപ്പോൾ है. നമ്മുടെ പ്രത്യാശ വർദ്ധിച്ചു വരും. तब हमारी आशा बढ़ती ഈ അടുത്ത जाएगी. സമയത്ത് വെനിസൂലയിൽ ഭൂകമ്പം ഉണ്ടായി. ये वेनेजुएला में छोटा निकट ही में एक भूकंप हुआ, ഫിലിപ്പീൻസിൽ ഉണ്ടായി. फिलीपींस में हुआ. ഈ കണക്ക് 3889 പേര് മരിച്ചെന്നൊക്കെയാ. 3000 से ज्यादा लोग मर गए गिनती में. 17,900 പേരെ കുടിയൊഴിപ്പിച്ചെന്നാണ്. 10,000 से ज्यादा लोगों को तो तंबू बांध कर रहा गया. 57,000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായെന്ന് കണക്ക് 57,000 करोड़ से ज्यादा नुकसान हुआ. 2026 മെക്സിക്കോയിൽ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. 2026 में मेक्सिको में भी भूकंप हुआ. ക്യൂബൻ തീരപ്രദേശത്ത് ഭൂകമ്പം क्यूबा ഉണ്ടായിട്ടുണ്ട്. में भी हुआ है. മെയ് 4 ക്യൂബ ഇവിടെ ഫിലിപ്പീൻസിൽ ഭൂകമ്പം मई ഉണ്ടായത്. 4 में फिलीपींस में हुआ. എവിടെ നോക്കിയാലും എന്തേ ഉള്ളൂ. कहीं पे भी देखो. എവിടെ വന്നു? ഞാൻ പറഞ്ഞത് തെറ്റിയോ? രീതിയൊക്കെ പറഞ്ഞു തെറ്റിപ്പോയെങ്കിൽ നിങ്ങൾ തിരുത്തിക്കണം കേട്ടോ. ശബ്ദം കേട്ടു എല്ലാരും വിചാരിച്ചു ഭൂകമ്പം വന്നെന്ന്. നിങ്ങള് ഡൽഹിയിലുണ്ടായില്ലേ ഭൂകമ്പം? दिल्ली में नहीं हुआ क्या भूकंप? അവിടെ വരെ വന്നപ്പോ നമ്മുടെ എല്ലാവരുടെ അകത്ത് ഒരു ചെറിയ കിടുക്കം ഉണ്ടായി. ഇനി അഹമ്മദാബാദിലും വരുമോ? वहां पे हुआ तो हम सबको लगा कि अब अगला यहीं पे होगा. അപ്പൊ ഇതിനെ എല്ലാം പേടിച്ചാ നമ്മൾ ഇവിടെ ये ജീവിക്കുന്നത്. सबको डर मानते हुए हम यहाँ जीते हैं. ഇളകുന്ന രാജ്യത്ത് നമ്മൾ താമസിക്കുന്നു. हिलने वाले राज्य में हम रहते हैं. ദൈവം ശില്പിയായി നിർമ്മിച്ചതും परमेश्वर ने जिसका रचना किया, അടിസ്ഥാനമുള്ളതും जिसका नींव उसने डाला, ഇളകാത്തതുമായ രാജ്യത്തിന്റെ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിലുള്ളത്. कभी भी डगमगाए ना, ऐसे एक राज्य की आशा में है. ഇത് ഇളകുന്നത് കാണുമ്പോൾ ഇളകാത്തത് വരുന്നു എന്ന് പ്രത്യാശിച്ചു. ये जो डगमगाता है इसको देखे तो हम ये आशा बांध लेके ना डगमगाए स्थिर रहने वाले राज्य का. ഈ ഭൂകമ്പത്തിന്റെ കാരണങ്ങളും വഴികളും ഒക്കെ ശാസ്ത്രജ്ഞന്മാർ പഠിച്ചു നോക്കുന്നുണ്ട്. शास्त्रीय लोगों ने ये भूकंप क्यों होता है सारे कारणों को पढ़ाई किया പക്ഷേ है, അവർക്കൊന്നും അതിനെക്കുറിച്ച് പ്രവചിക്കുവാൻ लेकिन കഴിഞ്ഞിട്ടില്ല. वो कभी इसके बारे में भविष्यवाणी नहीं कर पाए. എന്നാൽ പോയതുപോലെ വരാമെന്ന് പറഞ്ഞവൻ അതിനെക്കുറിച്ച് लेकिन പ്രവചിച്ചിരിക്കുകയാണ്. जैसा गया वैसा ही आऊंगा कहने गया हुआ व्यक्ति इसके बारे में भविष्यवाणी देता എന്റെ है. വരവിന്റെ മുന്നോടിയായിട്ട് ഇതൊക്കെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനമല്ല, അവസാനമല്ല. मेरे दूसरे आगमन से पहले घटनाएं होंगे. ये अंतिम बातें नहीं, अंत नहीं है. അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർ उसको उद्धार करता जिसने स्वीकारा है, ആത്മാവിൽ ഉണർവുള്ളവരായി, आत्मा में जागृत होते ആത്മാവിൽ हुए, ജാഗരിച്ചു പ്രാർത്ഥിച്ച് आत्मा में भरते हुए जागृत रहते हुए, സംഭവിക്കാനുള്ളതിൽ നിന്ന് ഒഴിവ് പ്രാപിക്കണം. जो घटनाएं होने उसमें से टल जाने के लिए നമ്മുടെ प्रार्थना करें. വീണ്ടെടുപ്പുകാരന്റെ മുൻപിൽ നിൽക്കുകയും हमारे വേണം. उद्धारकर्ता के सामने പ്രതിഫലം खड़े വീതിച്ചു रहना है. കൊടുക്കുമ്പോൾ, കിരീടങ്ങൾ തരുമ്പോൾ, जब इनाम पुरस्कार और मुकुट दिया जाएगा, അതിൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് കിട്ടണ്ടേ? उसमें कुछ तो हमें मिलना है ना. അത് കിട്ടിയില്ലേലും വേണ്ടില്ല. वो नहीं मिला तो भी चलेगा. അവിടെ ചെന്ന് അവന്റെ പൊന്നുമുഖം കണ്ടൊന്ന് Amen. മഹത്വപ്പെടുത്തിയാൽ മതി. वहां जाकर उसके Hallelujah. खूबसूरत चेहरे को देखकर उसकी महिमा हम कर पाए. അതാണ് ഇവിടെ കഷ്ടപ്പെടുന്നതിൽ നമ്മുടെ പ്രത്യാശ എന്ന് वही तो പറയുന്നത്. है यहाँ जो कष्ट उठाने वक्त आशा है हमारी. ഈ കഷ്ടം മാറും, ये कष्ट ഈ हटेगी, കണ്ണുനീര് മാറും, ये आंसू हटेगा, ഈ ഭയവും ഭീതിയും ये നീങ്ങും. भय और डर भी हटेगा. നമുക്ക് വേണ്ടി വഴി തുറന്നു വെച്ചവന്റെ അടുക്കൽ നമ്മൾ ചെല്ലും. हमारे പ്രിയരേ. लिए जिसने राह खोला उसके पास जब हम पहुंचेंगे, നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ हम अपने സമർപ്പിച്ചു आप को കൊടുക്കാം. परमेश्वर के हाथ में सौंपे, ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചു परमेश्वर കൊടുക്കാം. के हाथ में समर्पण करें. ഇതിന്റെ അവസാനമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ये इसका अंत नहीं है लिखा गया है. സംഭവിപ്പാനുള്ളതിൽ നിന്ന്
घटना जो होने वाली है ഒഴിഞ്ഞു പോകേണ്ടതിന് उसमें से टल जाने के लिए ഉണർന്നും ജാഗരിച്ചും പ്രാർത്ഥിച്ചു കൊള്ളുക. जागते हुए हम प्रार्थना करते रहे, അവസാനം അവന്റെ മുൻപിൽ നിൽക്കേണ്ടതിന് നമ്മൾ യോഗ്യരായി തീരുക. अंत में उसके सामने खड़े रहने के लिए हम योग्य ठहरा पाए. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.